ഇഷൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ പൂച്ചക്കുട്ടിയാണിത്. നല്ല രസമല്ലേ കാണാൻ, നല്ല തൊപ്പുണ്ട്. അതിൻ്റെ വാല് പിടിച്ച് കളിക്കാനാണ് നല്ല രസം. വേണ്ട, ഞാൻ എൻ്റെ മടിയിൽ വെക്കാൻ എനിക്ക് പേടിയായതുകൊണ്ട് ഇങ്ങനെ എടുത്തതാണ്. നമ്മൾ കുട്ടികളെടുക്കണ പോലെക്ക് പേടിയായതുകൊണ്ടാണ് ഞാൻ അവളും കൂടി വിളിച്ചത്. കല്ല പേടിയാണ് ഗൈസ് പൂച്ചനെ. പക്ഷെ ഇപ്പോൾ കുറച്ച് ലെവലയക്കണം, ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അത് കണ്ട നല്ല പോസായിരുന്നു, കുഞ്ഞു പൂച്ചക്കുട്ടിയാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച പെണ്ണാണ്, പക്ഷെ അതാണാണ്. കണ്ട ആണായിട്ട് വരികയൊക്കെ എന്തൊരു പേടി. ഞങ്ങൾ മടിയിലൊക്കെ അങ്ങനെ കയറി വരും കേട്ടോ. എപ്പോൾ നോക്കിയാലും അവൻ ഇവിടെ തന്നെയാണ്. ഞങ്ങൾ കൊലായ്മൊക്കെ വിളിച്ച് അവിടെ കൊടുന്ന് ഇരുത്തിയാൽ കാണാം ഒരു തവണ തല ഞങ്ങളൊന്ന് ഒഴിഞ്ഞു കൊടുക്കും കേട്ടോ. പിന്നെ ആൾ നേരെ എണീച്ച് വന്ന് ഇവിടെ കിടക്കും. അവനിക്ക് എത്ര സ്ഥലം ഉണ്ടെങ്കിലും ഈ സ്പേസ് ഇല്ലാത്ത അടുക്കളയിൽ കിടക്കലാണ് അവൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ അവന് ഇവിടെ അങ്ങനെ വന്നിരിക്കട്ടെ, എന്താ രസം. അപ്പം ഞാൻ എത്ര വലിച്ചിട്ട് കുറുമ്പനാണ് ഗൈസ്, എത്ര വലിച്ചിട്ടും വരില്ല. എന്നിട്ട് വലിച്ച് കണ്ട് അതിൻ്റെ വാല് കണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ആടിക്കളി. അങ്ങനെ എന്നെ ഇങ്ങനെ കളിപ്പിച്ച് അതിൻ്റെ വാലും മളയാണ് ഗൈസ്. നല്ല രസമാണ് വാലും കളി. അപ്പോഴാണ് അവൾ വിളിച്ച് നമുക്ക് മീനെ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ അതിനെ ഇട്ടുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. അവിടെ കുഞ്ഞൊരു ടാങ്ക് പോലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമല്ലേ. അപ്പുറത്ത് എന്തോ പുല്ല് അങ്ങനെ എന്തോ സംഭവമല്ലേ, അതിൻ്റെ പേരൊക്കെ മറന്നുപോയി. എന്നിട്ട് അവിടെ താമര വിരിഞ്ഞിരിക്കുന്നുണ്ട്, കുഞ്ഞ് താമരയാണ്. നല്ല രസമല്ലേ. അവിടെ ഞങ്ങളങ്ങനെ കുറേ അവിടെ കളിച്ചു കേട്ടോ. നല്ല രസമാണ് ഗൈസ് അവിടെ. ഇത് കണ്ടോ, ഇവിടെ എന്തോ ഒരു പുല്ല്, എന്തോ പേര് മറന്നുപോയി. നമുക്ക് അതിനൊന്ന് എടുക്കാം, കുറച്ച് മീനാളെടുക്കട്ടോ. അയ്യേ, നമ്മളെടുക്കുമ്പോൾ താഴത്തൊക്കെ പോകുന്നുണ്ട് കേട്ടോ. വലിയ കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. അവൾ കിട്ടിയെന്ന് പറയും, പക്ഷെ അവൾക്ക് കിട്ടിയിട്ടൊന്നില്ലായിരുന്നു. എനിക്ക് കിട്ടി മക്കളെ, അടിപൊളി. അങ്ങനെ കിട്ടി, ഞാൻ പേടിച്ചു പോയി. ഇനി എന്നും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.